നമസ്കാരം. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്ന സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ മേഖലയിലെ രാഷ്ട്രീയം ഇനി ടാങ്കുകളും മിസൈലുകളും മാത്രം തീരുമാനിക്കുന്നില്ല. സൈനിക വിജയങ്ങൾ പോലും ചിലപ്പോൾ രാഷ്ട്രീയ പരാജയങ്ങളായിട്ട് മാറാം. യുദ്ധഭൂമിയിൽ മുന്നേറുന്ന സൈന്യം പോലും ചർച്ചാമേശയിൽ തോറ്റുപോയി എന്ന് വരാം. ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യവും അതുതന്നെയാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധങ്ങൾക്കും ആക്രമണങ്ങൾക്കും ശേഷം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കാമെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം എന്നേക്കുമായിട്ട് തകർന്നു പോയോ? എന്താണ് ശരിക്കും പശ്ചിമേഷ്യയിൽ സംഭവിച്ചത്? അമേരിക്കയും ഇറാനും തമ്മിൽ ഇടക്കാല സമാധാന ധാരണയിൽ എത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വീണ്ടും മാറി മറിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തെ തന്റെ നയതന്ത്ര വിജയമായി അവതരിപ്പിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ നേതാവ് എന്ന പ്രതിച്ഛായയാണ് അദ്ദേഹം ഇപ്പോൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സംഭവ വികാസങ്ങളുടെ മറുവശത്ത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. യുദ്ധം ആരംഭിച്ചപ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോയ നേതാവ് ഇന്ന് ഏറ്റവും വലിയ പ്രതിരോധത്തിലാണ് എന്ന വിലയിരുത്തൽ ശക്തമായിരിക്കുകയാണ്. ആ നേതാവിന്റെ പേരാണ് ബെഞ്ചമിൻ നെതന്യാഹു. 2023 ഒക്ടോബറിന് ശേഷം പശ്ചിമേഷ്യയുടെ ചരിത്രം മറ്റൊരു വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ ആരംഭിച്ച യുദ്ധം പിന്നീട് ലെബനോനിലേക്കും സിറിയയിലേക്കും ഇറാനിലേക്കും വ്യാപിക്കുന്ന സാഹചര്യം ലോകം കണ്ടുനിന്നതാണ്. ഓരോ ഘട്ടത്തിലും നെതന്യാഹു മുന്നോട്ട് വെച്ചത് ഒരേ ഒരു ആശയം തന്നെയായിരുന്നു. ഇത് വെറും പ്രതികാര യുദ്ധമല്ല, ഇത് പശ്ചിമേഷ്യയെ പുനർനിർമ്മിക്കാനുള്ള പോരാട്ടമാണ്. ഹമാസിനെ ഇല്ലാതാക്കും, ഹിസ്ബുള്ളയെ തകർക്കും, ഇറാന്റെ സ്വാധീനം അവസാനിപ്പിക്കും, ഒടുവിൽ ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് തന്നെ രൂപപ്പെടും. ഇസ്രായേൽ സമൂഹത്തിലെ വലിയൊരു വിഭാഗം തുടക്കത്തിൽ ഈ വാദം വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ ഭീഷണികൾ അവസാനിപ്പിക്കാൻ കടുത്ത സൈനിക നടപടികൾ അനിവാര്യമാണെന്ന് പലരും കരുതിപ്പോന്നു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന് ശക്തമായ പിന്തുണയും നൽകിയിരുന്നു. എന്നാൽ സമയം കടന്നുപോയതോടെ യാഥാർത്ഥ്യങ്ങൾ മാറി തുടങ്ങുകയാണ്. ഇസ്രായേലിന് പിഴവ് സംഭവിച്ചുവെന്ന് ലോകം മനസ്സിലാക്കി. ഗസയിൽ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ആക്രമണങ്ങൾ ഒന്നും നടന്നിട്ടും ഹമാസ് പൂർണ്ണമായും ഇല്ലാതായില്ല. അവരുടെ നേതൃത്വത്തിന് വലിയ നഷ്ടമുണ്ടായെങ്കിലും സംഘടനയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ അടിത്തറ അപ്പോഴും നിലനിന്നു. ലെബനോനിൽ ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടിയേറ്റുവെങ്കിലും അവർ അപ്രത്യക്ഷരായില്ല. ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനാണ് യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇറാനിലെ ഭരണകൂടം ഇന്നും അധികാരത്തിൽ തുടരുകയാണ്. നഷ്ടങ്ങൾ പലകുറി സംഭവിച്ചുവെങ്കിലും അവർ തോറ്റില്ല. അതായത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച 3 പ്രധാന ലക്ഷ്യങ്ങളും പൂർണ്ണമായും കൈവരിക്കപ്പെടില്ല എന്ന വിമർശനത്തിന് ഇപ്പോൾ ശക്തിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ട്രംപ് കളി മാറ്റിയത് എന്ന വാദം ഉയർന്നു വരുന്നത്. അതായത് യുദ്ധത്തിന്റെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരൻ തന്നെയായിരുന്നു ട്രംപ്. എന്നാൽ രാഷ്ട്രീയത്തിൽ വികാരങ്ങൾക്ക് സ്ഥാനമില്ലല്ലോ, താല്പര്യങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, എണ്ണ വിപണിയിലെ അനിശ്ചിതത്വം, പശ്ചിമേഷ്യയിലെ അസ്ഥിരത, ആഗോള സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയം, ഇതെല്ലാം ട്രംപിനെ പുതിയ കണക്കുകൂട്ടലിലേക്കാണ് നയിച്ചത്. ഒരു ഘട്ടത്തിൽ അമേരിക്ക മനസ്സിലാക്കിയ കാര്യം വളരെ ലളിതമായിരുന്നു. യുദ്ധം നീളും തോറും നഷ്ടം എല്ലാവർക്കുമാണ്. എണ്ണവില ഉയരുന്നു, വ്യാപാര മാർഗങ്ങൾ തടസ്സപ്പെടുന്നു, ആഗോള വിപണികൾ അസ്ഥിരമാകുന്നു, അമേരിക്കയുടെ സഖ്യകക്ഷികൾ അസ്വസ്ഥരാകുന്നു. അപ്പോൾ യുദ്ധം തുടരുന്നതിനേക്കാൾ അതിനൊരു ഇടവേള സൃഷ്ടിക്കുന്നതാണ് അമേരിക്ക താല്പര്യം നൽകിയ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇപ്പോൾ നടപ്പിലായത്. അതിനാലാണ് ട്രംപ് യുദ്ധഭൂമിയിൽ നിന്ന് ചർച്ചാമേശയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. മാസങ്ങളോളം സൈനിക സമ്മർദ്ദം ചെലുത്തിയ ശേഷം ഇറാനുമായി ധാരണയിലെത്താൻ ശ്രമിച്ചതും അതിന്റെ ഭാഗമായിട്ടാണ്. ട്രംപ് തോറ്റു എന്ന് പലരും പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന നേതാവ് എന്ന പ്രതിച്ഛായ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ നേട്ടം തന്നെയാണ് ട്രംപിന് നൽകിയത്. പ്രത്യേകിച്ച് ട്രംപിനെ പോലെ പലപ്പോഴും വിമർശിച്ച ഒരു നേതാവിന് ഇത് വലിയ നേട്ടമാണ്. എന്നാൽ ഈ മാറ്റം ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ചത് നെതന്യാഹുവിനാണ്. കാരണം യുദ്ധത്തിന്റെ രാഷ്ട്രീയ യുക്തി തകരാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ഇറാനെതിരെ കൂടുതൽ കടുത്ത നടപടികൾ വേണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുമ്പോൾ അമേരിക്ക ചർച്ചയുടെ വഴിയിലേക്കാണ് നീങ്ങിയത്. സൈനിക സമ്മർദ്ദം തുടരണമെന്ന ഇസ്രായേലിന്റെ നിലപാടിന് പകരം അമേരിക്ക നയതന്ത്ര ധാരണയെക്കുറിച്ചാണ് സംസാരിച്ചത്. അതോടെ ഇസ്രായേലിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളും അമേരിക്കയുടെ മുൻഗണനകളും തമ്മിൽ വലിയ അകലമാണ് ഉണ്ടായത്. അവർ തമ്മിലുള്ള അടുപ്പവും മാറി തുടങ്ങി. ചിലർ പറയുന്നത് അതിലും വലിയ കാര്യമാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ അമേരിക്ക ഇസ്രായേലിന്റെ പിന്നിലായിരുന്നു, എന്നാൽ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ അമേരിക്കയുടെ പിന്നിലായി എന്ന്. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ വാഷിംഗ്ടൺ ആണ്, അല്ലാതെ ജെറുസലേമോ ടെൽ അവീവ് അല്ല എന്നാണ് അർത്ഥം. ഇതാണ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ കേന്ദ്ര ബിന്ദു പോലും. യുദ്ധം ആരംഭിക്കുമ്പോൾ അദ്ദേഹം സ്വയം അവതരിപ്പിച്ചത് ചരിത്രം മാറ്റാൻ പോകുന്ന നേതാവാണ് താനെന്നാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം നേരിടുന്നത് ചോദ്യങ്ങളാണ്.
ഹമാസ് എവിടെ പോയി? ഹിസ്ബുൾ അവസാനിച്ചോ? ഇറാൻ പൂർണ്ണമായും തകർന്നോ? പുതിയ മിഡിൽ ഈസ്റ്റ് എവിടെയാണ്? ഇത്രയും വലിയ യുദ്ധത്തിന്റെയും നാശനഷ്ടങ്ങളുടെയും സാമ്പത്തിക ചിലവിന്റെയും രാഷ്ട്രീയ ഒറ്റപ്പെടലിന്റെയും ഫലം നിങ്ങൾ ഒടുവിൽ എന്താണ് നേടിയത്? ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണല്ലേ? ഈ ചോദ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ മാത്രം ഉയർന്നു കേൾക്കുന്നതല്ല, ഇസ്രായേലിനുള്ളിലും ഇത് ഉയർന്നു വരുന്നു. യുദ്ധം അവസാനിക്കുമ്പോൾ നെതന്യാഹുവിനെ പിന്തുണച്ചവരിൽ പലരും ഇപ്പോൾ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ വിമർശിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ അതിനെ വിജയമെന്ന് വിളിക്കാനാകുമോ എന്ന ചർച്ചയും ശക്തമാണ്. അത് നെതന്യാഹുവിന്റെ കസേരയിൽ ചെന്നെത്തിയിരിക്കുന്നു. അതേസമയം ട്രംപ് മറ്റൊരു കഥയാണ് എഴുതുന്നത്. അദ്ദേഹം പറയുന്നത് വളരെ ലളിതമാണ്. യുദ്ധം തുടങ്ങിയതല്ല പ്രധാനം, അത് അവസാനിപ്പിച്ചതാണ് പ്രധാനപ്പെട്ടത്. യുദ്ധം വ്യാപിച്ചതല്ല പ്രധാനപ്പെട്ടത്, നിയന്ത്രിച്ചതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ വാർത്തകളിൽ കേന്ദ്രസ്ഥാനത്ത് ട്രംപ് എന്ന് പറയുന്ന ആള് തന്നെയാണുള്ളത്. ഒരു കാലത്ത് എല്ലാ ശ്രദ്ധയും സ്വന്തമാക്കിയിരുന്ന നെതന്യാഹു ഇപ്പോൾ പ്രതിരോധത്തിലാണ്. തന്റെ എല്ലാ കാര്യങ്ങളും ട്രംപ് കൈക്കലാക്കിയിരിക്കുന്നു. അവസാനം ഒരു കാര്യം വ്യക്തമാണ്, ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിലേക്കാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മിസൈൽ കൊണ്ട് യുദ്ധം തുടങ്ങാം, പക്ഷെ യുദ്ധങ്ങളുടെ അന്തിമ വിധി പലപ്പോഴും തീരുമാനിക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന ആക്രമണങ്ങൾക്കൊടുവിൽ ഇന്ന് ലോകം കാണുന്നത് ഒരു വിചിത്രമായ കാഴ്ചയാണ്. യുദ്ധഭൂമിയിൽ ഏറ്റവും ശക്തനായി തോന്നിയ നേതാവാണ് രാഷ്ട്രീയ വേദിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നേരിടുന്ന നേതാവായി മാറിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാകുന്നത്: ഇറാൻ തോറ്റോ, ഇസ്രായേൽ ജയിച്ചോ എന്നതല്ലാതെ, മറിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിനാണോ എന്നതാണ് ആ ചോദ്യം. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ആ ചോദ്യത്തിന് അതേ എന്ന ഉത്തരമാണ് കൂടുതൽ ശക്തമായിട്ട് കേൾക്കുന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണ യാഥാർത്ഥ്യത്തിൽ പ്രാബല്യത്തിൽ വന്നാൽ ഇസ്രായേലും ഇറാനും നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് പിന്മാറാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ ലക്ഷ്യം യുദ്ധം അവസാനിപ്പിച്ച നേതാവെന്ന പ്രതിച്ഛായ സൃഷ്ടിക്കലായിരിക്കാം. എണ്ണവില നിയന്ത്രിക്കാനും ആഗോള വിപണികളിലെ അനിശ്ചിതത്വം കുറയ്ക്കാനും അമേരിക്ക എന്തായാലും ശ്രമിക്കും. പക്ഷേ ഇത് സ്ഥിരമായ ഒരു സമാധാനമാകണമെന്നില്ല, മറിച്ച് അടുത്ത ഏറ്റുമുട്ടലിന് മുൻപുള്ള ഒരു ഇടവേള മാത്രമായിരിക്കാനുള്ള സാധ്യത നമുക്കിവിടെ തള്ളിക്കളയാനാകില്ല. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. യുദ്ധത്തിന്റെ രാഷ്ട്രീയ നേട്ടം നഷ്ടപ്പെടുമെന്ന സാഹചര്യം വന്നാൽ നെതന്യാഹു പുതിയ സൈനിക നടപടികളിലൂടെ വീണ്ടും സാഹചര്യത്തെ മാറ്റാൻ ശ്രമിക്കാം. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഗസയിലോ ലെബനൻ അതിർത്തിയിലോ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കെതിരെയോ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ച് ഇസ്രായേലിനുള്ളിൽ വലതുപക്ഷ സമ്മർദ്ദം വർദ്ധിച്ചാൽ നെതന്യാഹുവിന് കൂടുതൽ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കേണ്ടതായി വരാം. യുദ്ധം അതിജീവിച്ച് ഭരണകൂടം നിലനിന്നാൽ ഇറാൻ അത് ഒരു വിജയമായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുക. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടും ഞങ്ങൾ തകർന്നില്ല എന്ന സന്ദേശം ഇറാൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള തന്റെ സഖ്യകക്ഷികൾക്കിടയിലും പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. അതോടെ ഇറാന്റെ പ്രാദേശിക സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യം കൂടുതൽ ദുഷ്കരമാകും. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം മറ്റൊന്നാണ്. ആ ചോദ്യം എന്താണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ട്രംപ് ശരിക്കും നെതന്യാഹുവിനെ മറികടന്ന് സ്വന്തം കളി കളിച്ചോ എന്നതാണ്. ഞാൻ നേരത്തെ അത് കാര്യമായിട്ട് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യം മാറി മറിയുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വർഷങ്ങളായി ഇസ്രായേലിന്റെ ആവശ്യങ്ങൾക്ക് മാത്രം അനുസരിച്ച് നീങ്ങുന്ന അമേരിക്കയല്ല, അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങേണ്ടി വരുന്ന ഇസ്രായേൽ എന്ന പുതിയ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഇനി അടുത്ത കാലത്തായിട്ട് രൂപപ്പെടാൻ പോകുന്നത്. അതാണ് നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നവും. അതുകൊണ്ട് തന്നെ അടുത്ത ഏതാനും ആഴ്ചകൾ അതിനിർണായകമാണ്. സമാധാന ധാരണ നിലനിൽക്കുമോ, വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ, അതോ ട്രംപ് നെതന്യാഹു ബന്ധത്തിൽ തന്നെ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുമോ എന്നതാണ് ലോകം ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ യുദ്ധത്തിന്റെ അടുത്ത അധ്യായം ഇനി യുദ്ധഭൂമിയിൽ എഴുതപ്പെടില്ല. അത് എഴുതപ്പെടുക വാഷിംഗ്ടണിലും ടെഹ്റാനിലും ടെല്ലവീവിലുമുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെ തന്നെയായിരിക്കും. അപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.